രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തത് ആഭ്യന്തരമന്ത്രിയുടെ തൂഫാനടിക്കാത്ത ഏറ്റവും സുരക്ഷിതമായ ഇടം മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ എന്നുള്ളതാണ്. നമുക്കറിയാം, MDMA കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ OJ ജനീഷ് കൂടി ഇന്നിപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അതായത് OJ ജനീഷിനെ തള്ളി യൂത്ത് കോൺഗ്രസ് ജില്ലാ എറണാകുളം കമ്മിറ്റി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. അറസ്റ്റിലായ പ്രതികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെന്ന് സമ്മതിച്ചിരിക്കുകയാണ് നേതൃത്വം. പ്രതിയെ പുറത്താക്കുന്നതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പത്രക്കുറിപ്പും വന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കിയത് മുഖ്യമന്ത്രിയുമൊത്തുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു MDMA കേസിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോവേണ്ടത്. സാലി മുഹമ്മദ് തയ്യാറായിട്ടുണ്ട് വിവരങ്ങളുമായി. സാലി, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, OJ ജനീഷ് മന്ത്രി ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഒരു മുഖം രക്ഷിക്കലിന്റെ ഭാഗമായിട്ട് ഈ പ്രതികൾ യൂത്ത് കോൺഗ്രസ്സുകാരല്ല എന്ന് പറഞ്ഞത്. ആ ഒരു വാക്കിൽ തന്നെ മന്ത്രി വെട്ടിലായിരിക്കുന്ന സാഹചര്യമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കുറിപ്പുകളും പുറത്താക്കൽ നടപടികളും ഒക്കെ വന്നിരിക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ്. ഇത് പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഇതെങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്നറിയാത്ത അങ്കലാപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇവർ യൂത്ത് കോൺഗ്രസും അല്ല കോൺഗ്രസും അല്ല ഈ പ്രതികൾ എന്ന് പറഞ്ഞു. അത് തന്നെ മന്ത്രി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മന്ത്രി OJ ജനീഷ് ആവർത്തിച്ചു. കോൺഗ്രസുമായി ഇവർക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞു. തുടർന്ന് വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്നു. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശമിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ പുതിയ തന്ത്രം എടുത്തിരിക്കുന്നത്. എന്താണ്? യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വത്തിൽ നിന്ന് ഹുസൈൻ, അതിൽ ഈ അറക്കപ്പടിയിലെ ഒരു യൂണിറ്റ് പ്രസിഡന്റാണ് ഹുസൈൻ എന്ന വാർത്ത നമ്മൾ ആദ്യം തന്നെ കൊടുത്തിരുന്നു. OJ ജനീഷ് നിഷേധിക്കുമ്പോഴൊക്കെയും നമ്മൾ കൊടുത്തിരുന്നു. വെങ്ങോല പഞ്ചായത്തിലെ 142 നമ്പർ ബൂത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് ഈ MDMAയുമായി പിടിയിലായ ഹുസൈൻ്റെ അർത്ഥ സഹോദരൻ സലാം. ഇവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും സജീവ പ്രവർത്തകരാണ്. മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ള ആളുകളാണ്, ആഭ്യന്തരമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളുകളാണ്. മുഖ്യമന്ത്രി ഇവരുടെ വീടിൽ സ്ഥിരമായി സന്ദർശിക്കുന്ന ആളാണ്. മറിച്ചും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും സ്വകാര്യ വസതികളിലും ഇവർ നിരന്തരം പോയിക്കൊണ്ടിരുന്നവരാണ്. പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോഴും ആ ബന്ധമുണ്ടായിരുന്നു. ഈ MDMAയുമായി പിടിയിലായ മുഖ്യപ്രതി ഹുസൈൻ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊക്കെയും OJ ജനീഷും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇതെല്ലാം തള്ളി. ഒരു ബന്ധവുമില്ല, യാതൊരു തരത്തിലും ഇവർ കോൺഗ്രസ്സുകാരല്ല എന്ന സമീപനം സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ തള്ളിപ്പറയാതെ നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം മുഖ്യമന്ത്രിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഒരു വഴി, ഇവർ കോൺഗ്രസ് ആയിരുന്നു, അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായിട്ടൊരു ബന്ധം ഇരിക്കട്ടെ എന്ന് പ്രതീതി സൃഷ്ടിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം. കാരണം മുഖ്യമന്ത്രിയെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഇവർ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്ക് ഇവരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കലാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ തന്ത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു പത്രക്കുറിപ്പല്ല, താഴേക്ക് കീഴ്ഘടകങ്ങൾക്ക് കൈമാറിയ കത്ത് പത്രങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ ആ കത്തിൽ പറയുന്നത്, ഈ പിടികൂടിയ 9-ാം തീയതി രാത്രി തന്നെ ഇവരെ മൂവരെയും യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നതാണ് ഇതിലെ അവകാശവാദം. അപ്പോൾ അതിനർത്ഥം മുമ്പ് ഇവർ യൂത്ത് കോൺഗ്രസ് അല്ലായിരുന്നു എന്ന് അവകാശപ്പെട്ടു. ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന് ഈ MDMA കടത്തുമായി യാതൊരു ബന്ധവുമില്ല എന്ന പരസ്യ നിലപാടെടുത്തു. സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് ആവർത്തിച്ചു. മന്ത്രി OJ ജനീഷ് അദ്ദേഹം തന്നെ അത് പറഞ്ഞു. ഇപ്പോൾ അത് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു. മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ അവർ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, പക്ഷേ ഞങ്ങൾ പുറത്താക്കിയിരിക്കുന്നു. അതൊരു തന്ത്രമാണ്. ആ തന്ത്രം എന്ന് പറയുന്നാൽ മുഖ്യമന്ത്രിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേസിൽ. ഇവർ യൂത്ത് കോൺഗ്രസോ ഏതെങ്കിലും കോൺഗ്രസ് ആയിക്കോട്ടെ, പക്ഷേ അതൊന്നും പബ്ലിക്കിനെ ബാധിക്കുന്ന വിഷയമല്ല. പൊതുജനത്തെ ബാധിക്കുന്ന, പൊതുസമൂഹത്തെ ബാധിക്കുന്ന, കേരളത്തിൻ്റെ ഈ പൊതുബോധത്തെ സ്വാധീനിക്കുന്ന ഒരു പൊതു പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇവരുമായുള്ള ബന്ധമാണ്. ആ ബന്ധം സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ദൈനംദിനം ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഏക മാർഗം ഇവർ കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് സമ്മതിക്കുകയാണ്. കോൺഗ്രസ്സുകാരാർ എന്ന നിലയ്ക്ക് ഇവർക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി അവരുടെ വീട്ടിൽ പോയി, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പ്രതികളെത്തി എന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടൊരു പുതിയ തന്ത്രം സ്വീകരിച്ചിരിക്കുന്നു. ഇവർ കോൺഗ്രസ് ആയിരുന്നു, ഞങ്ങൾ പക്ഷേ ഈ സംഭവം അറിഞ്ഞ 9-ാം തീയതി രാത്രി തന്നെ ഇവരെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയൊരു തന്ത്രമെടുത്ത് മുഖ്യമന്ത്രി ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരി വിടുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഊരിവിടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഈ കേസിലെ മുഖ്യപ്രതികൾ അവർക്ക് മുഖ്യമന്ത്രിയും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ,
DCC പ്രസിഡന്റ് ഷിയാസുമായുള്ള ബന്ധം, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെയായി 4ാം പ്രതിക്കുള്ള ബന്ധം, ഏറ്റവും ഒടുവിൽ പെരുമ്പാവൂരിൽ നിന്ന് ചന്ദേര പോലീസ് പിടികൂടി കൊണ്ടുപോയ സൈനുൽ ആബ്ദീൻ എന്നൊരു 4ാം പ്രതിയുണ്ട്, ആ അവസാനം പിടികൂടിയ പ്രതി, ആ പ്രതിക്ക് രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധം എല്ലാം ഓരോ ദിവസവും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ദൃശ്യങ്ങളുടെ പിൻബലവുമുണ്ട്, തെളിവുകളുണ്ട്, രേഖകളുണ്ട്. ഇവർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളാണെന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെയാണ് വേണ്ട, അതിന് കാത്തിരിക്കാം എന്നേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു തന്ത്രം അവർ സ്വീകരിച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗമായി അവർ പുറത്താക്കിയിരിക്കുന്നു, അതാണ് വസ്തുത. ഇനി മറ്റൊരു പ്രശ്നം, ഇവർ ഈ കേസിൽ മാത്രമല്ല അനവധി കേസുകളിൽ ഈ കൂട്ടർ പ്രതികളാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ കേസിൽ ഒടുവിൽ പിടിയിലായ സൈനുൽ ആബ്ദീൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പശ്ചാത്തലമാണ് പ്രശ്നം. അയാൾ ഇതിനകം തന്നെ 2-3 വർഷക്കാലം ഒരു വഞ്ചന കേസിൽ അറസ്റ്റിലായി കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, കണ്ണൂരും കോഴിക്കോടും ഇയാൾക്കെതിരെ 2 സൈബർ തട്ടിപ്പ് കേസുകളുണ്ട്. ഒരു അധ്യാപികയെ, ഒരു ഡോക്ടറെ, ഒരു വനിതയെ ലക്ഷങ്ങൾ കബളിപ്പിച്ചെടുത്തു സൈബർ തട്ടിപ്പിലൂടെ എന്നതാണ് അയാൾക്കെതിരെ കേസ്. ആ കേസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു സംഘമാണ്, ഈ സംഘത്തിൽ ഇവരെല്ലാവരുമുണ്ട്. ഇയാൾ ജയിലിൽ കിടന്ന കാലത്ത് ഈ മയക്കുമരുന്ന് രോഗിയുമായി ഉണ്ടാക്കിയ ബന്ധം, അത് പെരുമ്പാവൂരിൽ ജയിൽ മോചനായപ്പോൾ പെരുമ്പാവൂരിൽ വന്ന് സഹപ്രവർത്തകരെ, കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരായ സഹപ്രവർത്തകരെ കൂട്ടി ഒരു കോക്കസ് രൂപീകരിച്ച് ആ കോക്കസ് വഴി MDMA കടത്ത്, അതാണിപ്പോൾ നടന്നുകൊണ്ടിരുന്നത്, അതാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസ്സിന് കൈയെഴുകാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. അവർ പ്രതിസന്ധിയിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി എറണാകുളത്തുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തും എന്ന് നമ്മൾ തൽക്കാലം പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ നാളെ അദ്ദേഹം മന്ത്രിസഭാ യോഗം ഉണ്ടെങ്കിൽ വാർത്താ സമ്മേളനം നടത്തും. അപ്പോൾ ചോദ്യം ഉയരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തു മറുപടി മുഖ്യമന്ത്രി പറയുന്നു കേരള സമൂഹത്തോട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സിന്ധു, സാലി, ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ സാലി പറഞ്ഞ വിശദാംശങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, അധികാരമുള്ളിടത്ത് അല്ലെങ്കിൽ അവരുടെ പിൻപറ്റി ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഈ മയക്കുമരുന്ന് കടത്തല്ല എന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ അധികാരമുള്ളിടത്ത് ഈ പറയുന്ന വലിയ പുള്ളികളുടെ കൂടെ നിൽക്കുന്നവരിലേക്ക് വീശുന്നില്ല എന്ന് വ്യക്തമായിരിക്കുകയല്ലേ? അപ്പോൾ ഈ തൂഫാൻ വളരെ വിജയമാണെന്ന് പറയുന്നത് ഒന്നടങ്കം പൊളിയുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഒന്ന്, ഇവർ എപ്പോൾ ഈ ബിസിനസ്സിൽ സജീവമായി എന്നുള്ളതാണ്. മുൻപ് ഒറ്റപ്പെട്ട് നടത്തിയിരുന്ന കച്ചവടം ഈ സംഘടിതമായി ഇതൊരു ബൾക്കായി നടത്താൻ തുടങ്ങിയത് ഈ സമീപകാലത്താണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സൈനുൽ ആബ്ദീൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ജയിൽ മോചിതനായതിനു ശേഷം വിദേശത്തായിരുന്നു. UDF ഭരണം വന്നു ഒരാഴ്ച കഴിഞ്ഞ ഉടൻ അയാൾ വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിൽ വന്നിറങ്ങി ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഘത്തെ രൂപീകരിച്ച് കച്ചവടം ആരംഭിക്കേണ്ടത്. അപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ സാഹചര്യം MDMA കടത്തിനും ഇത്തരം കച്ചവടത്തിനും ഉതകുന്നതാണ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന ബോധ്യത്തിലേക്ക് അവരെത്തി എന്നുള്ളതാണ് കേരളം ഇപ്പോൾ നേരിടുന്നൊരു പ്രതിസന്ധി. അതിന് ഒരു തൂഫാനെ കൊണ്ടും മറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. തൂഫാൻ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പയിനുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നൊരു പരാതി പൊതുവിലുണ്ട്. ആഭ്യന്തരമന്ത്രി ഓരോ സ്ഥലത്തും ചെല്ലുന്നു, അവിടെ സിനിമാ താരങ്ങളെ കൂട്ടിവെച്ച് ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുന്നു, അതൊരു ക്യാമ്പയിനായി മാറ്റുന്നു എന്നതിനപ്പുറം ഈ തൂഫാൻ ഒരു ഓപ്പറേഷനാണ്. അത് ഫോഴ്സിനെ ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമുള്ളൊരു ഓപ്പറേഷനാണ് തൂഫാൻ. ആ ഓപ്പറേഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ ഈ സർക്കാർ നടന്ന അവരുടെ പെർഫോമൻസ് പരിശോധിച്ചാൽ ഈ സർക്കാരിൻ്റെ ഈ പിടികൂടപ്പെടുന്ന അളവിൽ വലിയ കുറവുണ്ട്. അതായത് ഈ ക്യാമ്പയിൻ പ്രചരണം എന്നതിനപ്പുറത്തേക്ക് ഈ തൂഫാൻ പോയിട്ടില്ല എന്ന വസ്തുത അങ്ങനെ കണക്കുകളുടെ പിൻബലത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലം കേരളത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സൈനുൽ ആബ്ദീൻ എന്ന് പറയുന്ന 4ാം പ്രതി സർക്കാർ മാറ്റത്തിന് തൊട്ടു പിന്നാലെ വിദേശത്ത് നിന്ന് കേരളത്തിലെത്തി തൻ്റെ പഴയ ജയിൽ സഹപ്രവർത്തകരായിരുന്ന ജയിലിലുണ്ടായിരുന്ന സഹവാസികളോ ആയി ബന്ധപ്പെട്ട് ഒപ്പം ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെയും കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് കേരളത്തിലുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ശൃംഖലയാക്കി മാറ്റാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ തൂഫാൻ കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതല്ല ഈ പ്രശ്നം. തൂഫാൻ വിജയമോ പരാജയമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഭരണമുന്നണിയിലെയും ഭരിക്കുന്ന കക്ഷിയുടെയും
യുവ നേതാക്കളൊക്കെ ഇത്തരത്തിൽ ബന്ധപ്പെടുന്നവരാണ്. അവർക്ക് മുഖ്യമന്ത്രിയും ഭരണസിരാ കേന്ദ്രവുമായി ദൈനംദിന ബന്ധമുണ്ട് എന്നുള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തെ ആ ബന്ധം എങ്ങനെ സ്വാധീനിക്കും, അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയരുന്നുണ്ട്. അതിനൊക്കെ വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടേണ്ടി വരും എന്നുള്ളതാണ് കാര്യം.